റെയിൽവേ സ്റ്റേഷനിൽ പോകാതെ തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. യാത്ര ചെയ്യുന്നവർക്ക് ഈ വീഡിയോ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. മലയാളം വേണമെങ്കിൽ മലയാളം തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ മലയാളം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്ലൈ കൊടുത്തു. അതിനുശേഷം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങളിവിടെ ആദ്യം തിരഞ്ഞെടുക്കുക. എൻ്റർ ഫ്രം എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ഞാനിപ്പോൾ ആലുവ തിരഞ്ഞെടുക്കുകയാണ്. ആലുവ നമുക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ. ഇവിടെ തന്നെ മലയാളത്തിൽ വന്നിട്ടുണ്ട്, ആലുവ എന്ന് വന്നിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. ഇനി ആലുവയിൽ നിന്നും എനിക്ക് കണ്ണൂരിലേക്കാണ് പോകേണ്ടത്. ഞാനിവിടെ കണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്യാണ്. കണ്ണൂർ മെയിൻ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഏത് ദിവസമാണ് നിങ്ങൾക്ക് പോകേണ്ടത് അതിവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ആ ഒരു കലണ്ടറിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡേറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഇവിടെ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വെള്ളിയാഴ്ചയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 7-ാം തീയതി ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഗെറ്റ് ഫുൾ ട്രെയിൻ ഫെയർ റീഫണ്ട് ഓൺ ക്യാൻസലേഷൻ എന്ന ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് നമുക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തേ പറ്റൂ. ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ട്രെയിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണിക്കും. ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏകദേശം ഒരു 1:47 എനിക്കിപ്പോൾ ഒരു ട്രെയിനുണ്ട്. ഇവിടെ മംഗള എക്സ്പ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ AC വേണമെങ്കിൽ AC. ഇപ്പോൾ ഇവിടെ സീറ്റ് അവൈലബിൾ ആണ്. 29 സീറ്റ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. 555 രൂപയാണ് ഇവിടെ കാണിക്കുന്ന പ്രൈസ്. ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പറുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കൊരു OTP വരും. ആ OTP ഓൾറെഡി ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ പ്രൈസും ഇവിടെ ബുക്ക് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റേഷൻ മാറ്റണമെങ്കിൽ സ്റ്റേഷൻ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ തുടരാം. നിങ്ങളുടെ മുഴുവൻ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുഴുവൻ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം നിങ്ങളുടെ പ്രായം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ബർത്ത് മുൻഗണന എന്ന ഭാഗത്ത് ഒരു ഏരോ മാർക്കുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഏത് ബർത്താണ് എന്ന് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അപ്പർ ബർത്ത് വേണോ, അല്ലെങ്കിൽ സൈഡ് ലോവർ വേണോ, അല്ലെങ്കിൽ സൈഡ് അപ്പർ വേണോ എന്നൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലോവർ ബർത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് താഴെ ഇവിടെ പൗരത്വം, നിങ്ങൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, ഞാൻ അതിൽ തന്നെ തുടരുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് കുട്ടികളെ ചേർക്കണമെങ്കിൽ കുട്ടികളെ ചേർക്കാം, അതുപോലെ തന്നെ മുതിർന്നവരെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇവിടെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ഞാനിവിടെ ഇമെയിൽ ID കൊടുക്കുകയാണ്. അതിനുശേഷം നികുതി ആനുകൂല്യങ്ങൾക്ക് GST നൽകുക എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറിൽ കാണിക്കും കേട്ടോ. ഇവിടെ ലിംഗഭേദം തിരഞ്ഞെടുക്കുക എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടില്ല. ഞാനിപ്പം പുരുഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അവിടെ ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താഴെ വന്നിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് IRCTC യൂസർ ആണോ അതോ നിങ്ങൾക്ക് ആ പാസ്വേഡ് മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ യൂസർ അല്ല എങ്കിൽ ഇവിടെ ക്രിയേറ്റ് IRCTC യൂസർ ID എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കൊരു യൂസർ ID എന്തായാലും വേണം. ഞാനിവിടെ താഴെയുള്ള ക്രിയേറ്റ് IRCTC യൂസർ ID എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം.
നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഞാൻ പേര് കൊടുത്തു. ഇവിടെ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാണ്. കൺഫേം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കൊടുക്കുകയാണ്. പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ തിരഞ്ഞെടുക്കും. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുകയാണ്. വാട്ട് ഈസ് യുവർ പെറ്റ് നെയിം തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം സെക്യൂരിറ്റി ആൻസർ ഞാനിവിടെ ക്യാറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുകയാണ്. മിഡിൽ നെയിം, ഓക്യുപ്പേഷൻ എന്ന ഭാഗത്ത് ഇവിടെ ഗവൺമെൻറ്, പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ, സെൽഫ് എംപ്ലോയിഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ പ്രൈവറ്റ് എന്ന് കൊടുക്കുകയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മാരീഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ എന്ന ഭാഗം കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഇപ്പോൾ സക്സസ്ഫുള്ളി വെരിഫൈഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ ശരി കൊടുക്കുകയാണ്. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള നേരത്തെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു യൂസർ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ യൂസർ ഐ ഡി തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മെയിലിൽ നോക്കിയാൽ കാണും നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ കാണുന്നുണ്ട്. അതേ യൂസർ ഐ ഡി തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം തുടരുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ടൈമും ഡേറ്റൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം ഞാനിവിടെ ഗൂഗിൾ പേ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ പേ കൊടുക്കുകയാണ്. പേയ്മെൻറ്റ് സക്സസ്, പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. യൂസർ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡും ക്യാപ്ചയും ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ സംഭവം ഇവിടെ ബുക്ക്ഡ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് ടിക്കറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടിക്കറ്റ് ഇവിടെ ഡൗൺലോഡായി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഏത് ഫോൾഡറാണ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഗാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മെയിൽ ഐ ഡിയിലും നമുക്ക് ഇവിടെ ആ ഒരു ടിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഈ റെഡ് കളറിൽ. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കാണാനും സാധിക്കും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ സ്റ്റേഷനിൽ പോകാതെ ട്രെയിൻ ടിക്കറ്റ് എവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.